ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി പറയുകയാണ്, ഞങ്ങളോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞത് വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന നിങ്ങളുടെ മകള് തന്നെയാ എന്ന് പറയാ. അപ്പൊ ആരും പറയും എല്ലാം പ്ലാനിങ് ആയിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ തനിക്ക് എങ്ങനെ തോന്നിയടോ, എന്ത് തെറ്റാ നിങ്ങളോട് ഞങ്ങൾ ചെയ്തത് എന്നൊക്കെ ചോദിക്കുക. അപ്പൊ ആകാശം പറയുന്നുണ്ട്, എന്റെ അച്ഛൻ തന്നെ എന്തുമാത്രം വിശ്വസിച്ചതാടോ. താനെന്ന് പറയുമ്പോൾ എന്റെ അച്ഛനും അമ്മയ്ക്കും അത്രയധികം ബഹുമാനമായിരുന്നു. എന്നിട്ട് ആ പാവങ്ങളെ തന്നെ പറ്റിക്കാൻ തനിക്ക് സാധിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുക. പെട്ടെന്ന് ഗോമതി പറയുന്നുണ്ട്, ഇവളെ ഞാൻ എത്രയധികം സ്നേഹിച്ചതാണെന്ന് അറിയാവോ. ഈ കുടുംബത്തിലേക്ക് സ്നേഹമുള്ള ഒരു മരുമകളെ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാ. എന്റെ അനുക്കുട്ടിയെ സ്നേഹിക്കുന്നത് പോലെയാ ഞാൻ ഇവളെ കണ്ടത്. പക്ഷെ ഇവള് ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കായിരുന്നെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. സ്നേഹം ഇവള് അഭിനയിച്ചു. എത്ര വലിയ ചതിയാ ഞങ്ങളോട് ചെയ്തു കൂട്ടിയത് എന്നൊക്കെ ഗോമതി വീണ്ടും എല്ലാവരോടുമായിട്ട് പറയാൻ കേട്ടോ. ഇവളുടെ സ്വത്തോ പണമോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ഇവളെ സ്നേഹിച്ചത്. എനിക്കെന്തെങ്കിലും വന്നു പോയാ ഈ കുടുംബത്തിൽ എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതി. അത്രയും ഞാൻ ഇവളെ വിശ്വസിച്ചു. ആ എന്നെയാ ഇവളും നിങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ചതിച്ചത്. നിങ്ങൾക്കൊക്കെ ശരിക്കും അല്പമെങ്കിലും നാണം ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കാൻ കേട്ടോ. പെട്ടെന്ന് ഉദയഭാനു പറയും, ഗോമതി ഗോമതി മോൾ പറഞ്ഞതൊക്കെ സത്യം. ഗോമതി, എന്റെ മോള് ഗോൾഡ് മെഡൽ മേടിച്ചിട്ടില്ല, അവള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ ഗോമതി, അതിന് ഇത്രയും വലിയ സംഭവം ആക്കണോ എന്ന് വീണ്ടും ചോദിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നിസ്സാര കാര്യമല്ലേ എന്ന് ചോദിക്കുക. ശരി, ഇത് നിസ്സാര കാര്യമാ എങ്കിൽ താൻ പറ, എന്റെ ധർമ്മൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തായത് എങ്ങനെയാ എന്ന് വീണ്ടും ചോദിക്കുക. അത് കേൾക്കുന്ന ഉദയഭാനു ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ബാലൻ ഒരു മറുപടി പോലും പറയാതെ മിണ്ടാതെ നിൽക്കുക. അത് പിന്നെ ചോദിച്ചത് കേട്ടില്ലേടോ, തനിക്ക് എന്താ ഒന്നും പറയാനില്ലേ എന്ന് വീണ്ടും പറയാ. ധർമ്മൻ ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള കാരണം എന്താണെന്നാ ചോദിച്ചത്. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എന്തറിയാമെന്ന് എന്ന് ആനന്ദ് അപ്പം ദേഷ്യത്തോടു കൂടി ചോദിക്കുക. തനിക്ക് എന്തറിയാമെന്നാടാ പറഞ്ഞത്. അത് പിന്നെ ധർമ്മൻ ഗോമതി സ്റ്റോറിലെ പൈസ എന്തോ എന്ന് പറയാ. അത് കേൾക്കുന്ന നമ്മുടെ ആനന്ദിന് നല്ല ദേഷ്യം വരികയാണ്. ആനന്ദ് കയ്യിലിരുന്ന പ്രതിമ എടുത്ത് ഒറ്റയേറാണ്. പൈസ മിണ്ടിപ്പോകരുത് താൻ എന്ന് പറയാ. അപ്പൊ അച്ഛന്റെ അവസ്ഥയിൽ ദേവിക്ക് നല്ല സഹതാപം തോന്നുന്നുണ്ട്. ഇതേ എന്റെ അനിയൻ പണം മോഷ്ടിച്ചു അല്ലേ, നാണമില്ലാത്ത നിങ്ങള്. ഗോമതി സ്റ്റോറിൽ നിന്ന് 25,000 രൂപ മോഷ്ടിച്ചത് എന്റെ ധർമ്മനാണോടോ എന്ന് ചോദിക്കുമോ. അങ്ങനെ ആണല്ലോ ഞാൻ കേട്ടത് എന്ന് പറയാ. ഓ, ആ മോഷ്ടിച്ചത് ആരാണെന്ന് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാടാ. എന്തോ തനിക്ക് കാണണോടോ എന്ന് വീണ്ടും ആനന്ദ് ദേഷ്യത്തോടു കൂടി ചോദിക്കുക. അയാളെ എടുത്ത് കാണിക്കടാ എന്ന് പറഞ്ഞ് ആനന്ദ് വീണ്ടും ദേഷ്യപ്പെടുക. ഏട്ടനിങ്ങ് വന്നേ എന്ന് ആകാശപ്പ പറയാ. അയാള് ഞാനൊന്നും ചെയ്യുന്നില്ല, അയാള് കിടന്ന് തർക്കിക്കുന്നത് കണ്ടില്ലേ. തനിക്ക് തെളിവ് ഞാൻ കാണിച്ചു തരടാ എന്നും പറഞ്ഞ് ആനന്ദ് പെട്ടെന്ന് ഫോൺ എടുക്കുക. തനിക്ക് തെളിവ് കാണണോ അല്ലേ എന്നും പറഞ്ഞ് ആ വീഡിയോ അയാളുടെ മുന്നിലേക്ക് കാണിക്കുക. താൻ ഇതെന്നാ ഇനി താനല്ലെന്ന് താൻ പറയുവോ, തന്റെ അപരനാണെന്നെങ്ങാനും പറഞ്ഞു കളയോടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഉദയഭാനു സ്ത്രീകളെ നോക്കുകയാണ് കേട്ടോ. സ്ത്രീകൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ കള്ളനെ പോലെ അയാൾ നിൽക്കുക. ഇനി എന്ത് പറഞ്ഞു വാദിക്കും എന്നുള്ള ഒരു പേടി അയാളുടെ മുഖത്ത് കാണാനുണ്ട്. എന്താ തനിക്കൊന്നും പറയാനില്ലേടോ പേരും കള്ള എന്ന് ചോദിക്കുക. ഇത്രയും തെളിവ് മതിയോടോ തനിക്ക് എന്ന് വീണ്ടും ചോദിക്കുകയാണെ. അപ്പൊ നമ്മുടെ ദേവി കരഞ്ഞോട് തന്നെയാണ് നിൽക്കുന്നത്. എന്താടോ തന്റെ നാവിറങ്ങിപ്പോയോ, ഇത്രയും തെളിവ് തനിക്ക് മതിയോടോ, ഇനി വല്ലതും തനിക്ക് വേണോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അപ്പൊ ഉദയഭാനും സ്ത്രീകളെയും ഒന്നും പറയാനില്ലാത്തതുപോലെ നിൽക്കുക. കടയിലെ ഞാൻ ക്യാമറ വെച്ച കാര്യം താൻ അറിഞ്ഞില്ല അല്ലേ എന്ന് ചോദിക്കുക. എടാ മഹാഭാവി, നീ എന്നോട് ഇത്രയും വലിയ കൊടും ചതി ചെയ്തല്ലേടാ എന്ന് ഉദയഭാനു അപ്പൊ മനസ്സിൽ പറയാ. മുമ്പും നിങ്ങൾ തന്നെയാ അവിടുന്ന് പണം മോഷ്ടിച്ചത്, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ 25,000 രൂപയുണ്ടല്ലോ, അത് നിങ്ങൾ തന്നെ എടുത്തത്. ഇനി എന്ത് പറഞ്ഞാ തർക്കിക്കാൻ നിൽക്കുന്നത്. എന്നിട്ട് ആ പാവ മാമൻ തെറ്റുകാരനായി, നാണം കെട്ട വർഗം എന്ന് പറയണേ. അപ്പൊ ദേവിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഗോമതി പറയാ, എല്ലാ ബഹുമാനത്തോടു കൂടിയാ നിങ്ങളെ ഞാൻ ഉദയഭാനു സാറെന്ന് വിളിച്ചത്. പക്ഷെ നിന്നെ വിളിക്കേണ്ടത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. തന്നെ പോലെ ഒരു ചെറ്റ, ഇത്രയും അതപ്പതിച്ചൊരു മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇത്രയും തരം താഴ്ന്ന ഒരാൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമോ? ഇങ്ങനെ മനുഷ്യരുണ്ടോ? നിങ്ങളെ മകളെയും കുറിച്ച് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ശേഷം ആരോടും ഒന്ന് തുറന്നു പറയാൻ കഴിയാതെ എന്റെ ഈ മോൻ എല്ലാം സഹിക്കായിരുന്നു. പാവം, അവൻ എത്ര നാൾ ഇവിടെ ഉരുകി ജീവിച്ചു. നിങ്ങളുടെ മകൾക്കും എല്ലാം അറിയാവുന്നതല്ലേ. അവൻ എങ്ങനെ പറയും നിങ്ങളെപ്പോലെ ഒരു പെരുങ്കള്ളന്റെ മകളെയാണ് സ്വന്തം മകന് വേണ്ടി കണ്ടുപിടിച്ച് കെട്ടിച്ചതെന്ന് അറിയുന്ന നിമിഷം അവന്റെ അച്ഛൻ തകർന്നു പോകുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ മകൾ ഇവിടെ ഇത്രയും നാള് സുഖിച്ച് ജീവിച്ചത്. അത്രയേറെ എന്റെ ബാലേട്ടനെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാ
ഇത്രയും നാളും ആരോടും ഒന്നും പറയാതെ ഇവനെല്ലാം ഉള്ളിൽ ഒതുക്കിയത് തനിക്ക് മനസ്സിലാവുന്നുണ്ടോടോ എന്ന് ഗോമതി വീണ്ടും ചോദിക്കാണ്. ഇപ്പോഴും എന്റെ ബാലേട്ടൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? ഇവന് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയെന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ നന്നായില്ലല്ലോ. നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വഴികൾ ഉണ്ടായിരുന്നു. ഒരിക്കലെങ്കിലും തനിക്ക് നേർവഴിക്ക് ജീവിക്കാമായിരുന്നില്ലേ? നിങ്ങളുടെ ഈ മോളും എന്നോട് ചെയ്ത ദ്രോഹമേ സഹിക്കാൻ പറ്റാവുന്നതിന്റെ അപ്പുറം ഞാൻ സഹിച്ചു. ഇനി എനിക്ക് സാധിക്കില്ല. നിങ്ങളെ പോലെയുള്ള കള്ളക്കൂട്ടങ്ങളെ ഒന്നും തലയിൽ ചുമക്കേണ്ട കാര്യം എനിക്കില്ല. ദേ എന്റെ ഈ പാവ അച്ഛനെ കുടുംബത്തിനെയും എല്ലാം ഓർത്താ ഇത്രയും നാളെ ഞാൻ എല്ലാം സഹിച്ചത്. ഇവിടെയുള്ള ആരും ഒന്നും അറിഞ്ഞ് വേദനിക്കരുതെന്ന് കരുതിയിട്ടാ ഞാൻ ഒന്നും പറയാതിരുന്നത്. ഇനി എനിക്ക് വയ്യ, ഇനിയും എനിക്ക് സഹിക്കാൻ വയ്യ. അവസാനം നിങ്ങൾ എന്റെ മാമനെതിരെ തിരിഞ്ഞപ്പം നിങ്ങൾ കാരണം ഞങ്ങളുടെ മാമനെ ഇവിടുന്ന് അപമാനിക്കപ്പെട്ട് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നപ്പോഴേ നിങ്ങളെ ഞാൻ ശരിക്കും വെറുത്തു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ വെറുത്തു. എന്റെ സകല നിയന്ത്രണം തെറ്റോടോ എന്നും പറഞ്ഞ ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് കേട്ടോ ആനന്ദ് സംസാരിക്കുന്നത്. ദൈവം എന്ന് പറയുന്ന ഒരാള് എന്തായാലും മുകളിലുണ്ട്. ഞങ്ങളുടെ മാമനോട് താൻ ചെയ്ത ചതി തന്നെയാ. അതുകൊണ്ടാ താന് വിദഗ്ധമായി ഒളിപ്പിച്ച സകല കള്ളത്തരങ്ങളും ഇപ്പൊ വെളിയിൽ വരാൻ കാരണം. മനസ്സിലായോടോ എന്ന് ആനന്ദ് ഉദയഭാനുവിനോട് ചോദിക്കാൻ കേട്ടോ. ദേവിയാണ് തല കുനിച്ച് തന്നെ നിൽക്കുക. തന്റെ അച്ഛനെയും അമ്മയെ പറ്റി പറയുന്ന സകല കാര്യങ്ങളും സത്യമാണെന്ന് ദേവിക്ക് അറിയാലോ. ഇത്രയും ദ്രോഹം ചെയ്യാൻ മാത്രം എന്ത് തെറ്റാ നിങ്ങളോട് ഞങ്ങൾ ചെയ്തത് എന്ന് ഗോമതി വീണ്ടും ചോദിക്കുക. പെട്ടെന്ന് ശ്രീകല പറയും, ഗോമതി ഏതൊരു അച്ഛനും അമ്മയും മോള് നല്ലൊരു കുടുംബത്തിൽ ചെന്ന് ജീവിക്കണമെന്നല്ലേ ആഗ്രഹിക്കുള്ളൂ. ഞങ്ങളും അത്രേ ആഗ്രഹിച്ചോളൂ. അതിനുവേണ്ടി ചെയ്ത്. അപ്പത്തേക്കും ഗോമതി കൈവച്ച് തടയാണ്. മോള് നല്ലൊരു കുടുംബത്തിലേക്ക് ചെന്ന് കയറണമെന്ന് മാത്രമല്ല, സ്വന്തം കുടുംബം കൂടി നന്നാക്കണമെന്ന് ഒരമ്മ ചിന്തിക്കണം എന്ന് പറയാ. നിങ്ങൾ എപ്പോഴെങ്കിലും സ്വന്തം കുടുംബം നന്നാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ നല്ല രീതിയിൽ തന്നെയാ എന്റെ മോളെ വളർത്തിയിട്ടുള്ളത്. അവൾക്ക് എന്താ ഒരു കുറവ്? ഓഹോ, എന്താ ഒരു കുറവെന്ന് എന്നിപ്പം ഗോമതി പറയാൻ കേട്ടോ. അപ്പം സ്ത്രീകളുടെ ഒക്കെ വിധം അറിയത് ഗോമതിക്ക് മനസ്സിലാകുന്നുണ്ട്. ഡി, നിന്റെ അമ്മ പറയുന്നത് കേട്ടില്ലേടി? നല്ല രീതിയിൽ അതിനെ അവര് വളർത്തിയതെന്ന്. ഞാൻ അങ്ങനെ തന്നെയാ വളർത്തിയിട്ടുള്ളത് എന്ന് സ്ത്രീകളെ അപ്പൊ പറയാണ്. അപ്പൊ ഗോമതി പറയൂ, നീ എന്താ ഞങ്ങളോട് പറഞ്ഞത് എന്ന് അപ്പൊ ഗോമതി ചോദിക്കാം. നിന്നെ കൊണ്ട് സകല കള്ളത്തരങ്ങളും ചെയ്തത് നിന്റെ അച്ഛനും അമ്മയാണെന്നല്ലേ എന്ന് വീണ്ടും ചോദിക്കാം. നിന്റെ അച്ഛനും അമ്മയും കാരണമാണ് നീ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, അങ്ങനെയല്ലേ നീ പറഞ്ഞത് എന്ന് വീണ്ടും ചോദിക്കാം. ഇത് നീ സമ്മതിച്ച കാര്യമല്ലേടി എന്ന് വീണ്ടും പറയാ. അപ്പൊ ദേവി പേടിയോടുകൂടി തലയാട്ടുകയാണ് കേട്ടോ. കേട്ടല്ലോ നിങ്ങളുടെ മകള് പറഞ്ഞത് എന്ന് ഗോമതി അപ്പൊ പറയാ. മോളെ നിങ്ങൾ നല്ല രീതിയിൽ വളർത്തിയല്ലേ എന്ന് വീണ്ടും ചോദിക്കാം. പെട്ടെന്ന് ഉദയഭാനു ബാലന്റെ മുന്നിലേക്ക് ചെല്ലാണ്. തെറ്റുകൾ സംഭവിച്ചു ബാല, അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നമുക്ക് രണ്ടു കൂട്ടർക്കും ഇരുന്ന് സംസാരിക്കാം. എന്തിനും ഒരു കോമ്പഴി വേണമല്ലോ എന്ന് വീണ്ടും പറയാ. തെറ്റ് സംഭവിച്ചെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ അംഗീകരിച്ചല്ലോ എന്ന് ആനന്ദ് അപ്പൊ പറയണം. ഇവനെ കൊണ്ട് എന്നുള്ള രീതിയിലാ ഉദയഭാനു അവിടെ നിൽക്കുന്നതേ. തെറ്റു മുഴുവനും ചെയ്തു കൂട്ടിയതും പോല, എന്നിട്ട് ഇവരുടെ ഓരോ കള്ളത്തരങ്ങളും പുറത്തു വരുമ്പോൾ ഞാൻ എന്തുമാത്രം വേദനിച്ചു എന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കാം. മോനെ, അതുകൊണ്ടാണല്ലോ നമുക്ക് രണ്ടു കൂട്ടർക്കും ഇരുന്ന് സംസാരിച്ച് ഈ പ്രശ്നം തീർക്കാന്ന് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ആരും പറയും, അങ്ങനെ അവസാനിക്കില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവം ആനന്ദേട്ടനാ. ആ പാവത്തിനെയാ നിങ്ങൾ ഈ പരുവത്തിലാക്കിയത്. ആനന്ദേട്ടൻ ഒരു പാവം ആയതുകൊണ്ടാണല്ലോ നിങ്ങളെയൊക്കെ കണ്ണുമടച്ച് വിശ്വസിച്ചത് എന്ന് വീണ്ടും ആരും ചോദിക്കാണ്. ഇനിയും ആ പാവത്തിനെ ഇട്ട് വേദനിപ്പിക്കാൻ സഹിക്കില്ല. പെട്ടെന്ന് സ്ത്രീകളെയാണെങ്കിൽ ഉദയഭാനുവിനെ തോണ്ടി ബാലന്റെ അടുത്തേക്ക് ചെല്ലാൻ പറയാണ്. ബാലൻ പറഞ്ഞ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുള്ളൂ എന്ന് സ്ത്രീകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഉദയഭാനു ബാലന്റെ മുന്നിലേക്ക് കയറി നിൽക്കുക. ബാലൻ ഒരു പെൺകുട്ടിയുടെ അച്ഛനല്ലേ? ബാലൻ എന്താ കല്ല് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്? ബാലൻ ഒന്നും പറയാനില്ലേ? നമുക്ക് സംസാരിച്ച് തീർക്കാം ബാല, എന്തിനും ഒരു കോമ്പഴി ഇല്ലേ? പെട്ടെന്ന് ആകാശ് പറയും, ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയോ? ആ മനുഷ്യൻ തകർന്നു നിൽക്കുക. ആ മനുഷ്യൻ കൊണ്ടുവന്ന ആലോചനയായിരുന്നല്ലോ. സ്വന്തം മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു അച്ഛനാ ഞങ്ങളുടെ അച്ഛൻ. അല്ലാതെ തന്നെ പോലെ ഒരു ഫ്രോഡൊന്നും അല്ല. സ്നേഹം മാത്രമേ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. ആ അച്ഛനെ ഇപ്പം ഈ അവസ്ഥയില് സ്വന്തം മകന്റെ ജീവിതം നശിച്ചു പോകാൻ താൻ കാരണക്കാരനായല്ലോ എന്നോർത്ത് വേദനിച്ച് കുറ്റബോധത്തോടു കൂടി തല കുനിച്ചു നിൽക്കുന്നത് എന്ന് ആനന്ദ് ഉദയഭാനുവിനോട് ശ്രീകലയോടുമായിട്ട് പറയാൻ കേട്ടോ. അപ്പം വീണ്ടും ഉദയഭാനു പറയും, ബാലൻ എന്നോട് ക്ഷമിക്കണം. ഇത് പറയാനേ എനിക്കിപ്പോ സാധിക്കുള്ളൂ. തെറ്റുകൾ ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. കുറെ കള്ളത്തരങ്ങൾ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. ഗോമതി പറഞ്ഞതൊക്കെ സത്യവാ, ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എന്റെ മോള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് ഉദയഭാനു ഒരു കുറ്റസമ്മതം നടത്തുകയാണ് കേട്ടോ. അങ്ങനെയെങ്കിലും ബാലന്റെ മനസ്സും അറിയാലോ എന്നൊരു ചിന്ത. എനിക്ക് കള്ളം പറയേണ്ടി വന്നത് പലപ്പോഴും ആയിരുന്നില്ല. അതിനൊക്കെ ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് കാരണങ്ങളാണോ തനിക്കുള്ളത് എന്ന് അപ്പം ആരും ചോദിക്കുക.
പറയാം. ആനന്ദിന്റെ ആലോചന വരുന്നതിന് മുൻപ് ദേവിക്ക് പല നല്ല ആലോചനകളും വന്നിരുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ല. എന്റെ മോൾക്ക് പഠിത്തം കുറവായതുകൊണ്ട്, വലിയ സാമ്പത്തിക ചുറ്റുപാടുകൾ ഇല്ലാത്തത് കൊണ്ട് ആ ആലോചനകളെല്ലാം ഓരോന്നുകളായി മുടങ്ങാൻ തുടങ്ങി. എന്റെ കൊച്ച് കല്യാണം പ്രായം കഴിഞ്ഞു വീട്ടിലിങ്ങനെ ഇരിക്കുമ്പം അച്ഛനമ്മമാർക്ക് ആദ്യം എന്തുമാത്രമായിരിക്കുമെന്ന് ബാലന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ബാലനും ഒരു പെൺകുട്ടിയുടെ മക അച്ഛനല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഞങ്ങൾ ഒരു ജ്യോത്സ്യനെ പോയി കാണുന്നത്. പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാ ദേവിയുടെ ജാതകത്തിൽ ഒരു ദോഷം ഉണ്ടെന്ന് പറയുന്നത്. ദോഷോ? എന്ത് ദോഷം എന്ന് ഗോമതി അപ്പൊ ചോദിക്ക. ഇവളുടെ ജാതകത്തിൽ എന്ത് ദോഷം ഉണ്ടായിരുന്നത്? അയ്യോ ഗോമതി, അത്ര വലിയ ദോഷമൊന്നും ആയിരുന്നില്ല എന്ന് ശ്രീകല പറയാ. ആ ദോഷം എന്തായിരുന്നു എന്നാ ചോദിച്ചത്. എന്തെല്ലാം കള്ളത്തരങ്ങളാ എന്റെ ഈശ്വര പുറത്തു വരുന്നത് എന്ന് അപ്പൊ ഗോമതി പറയാണ്. പെട്ടെന്ന് ബാലന്റെ മുന്നിലേക്ക് ഉദയഭാനു ചെല്ലുക. ബാല, അങ്ങനെ വലിയ ദോഷമൊന്നും അല്ല, ന്യായീകരിക്കുന്നതും അല്ല. ചെയ്തതൊക്കെ തെറ്റാ. ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എല്ലാം എന്റെ ഗതികേട് കൊണ്ടാ. എന്റെ മോള് നല്ലൊരു വീട്ടിൽ നല്ലൊരു പയ്യന്റെ ഭാര്യയായി നല്ലൊരു മരുമകളായി ജീവിക്കുന്നത് കാണാനുള്ള എന്റെ ആഗ്രഹം കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. അങ്ങനെ അതിനുവേണ്ടി ഈ അച്ഛൻ ചെയ്തു പോയ തെറ്റുകളാ ഇതൊക്കെ. ബാലന് മനസ്സിലാകില്ലേ ഒരച്ഛന്റെ വേദന? അതിനുവേണ്ടി ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ഞാൻ വേണമെങ്കിൽ ബാലന്റെ കാല് പിടിക്കാം, എന്നോട് ക്ഷമിക്കുക എന്ന് പറയാ. പെട്ടെന്ന് ബാലൻ കൈ വെച്ച് തടയണം. വേണ്ട എന്നുള്ള രീതിയില്. അപ്പൊ ബാലൻ എന്താ പറയാൻ വരുന്നതെന്ന് അറിയാതെ എല്ലാവരും ജിജ്ഞാസയോട് കൂടി നിൽക്കാണ്. ബാലനാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കായിരുന്നു കേട്ടോ. ഇത്രയും നേരം നടന്നതൊക്കെ ഒരു നാടകം കാണുന്നത് പോലെ കണ്ടുകൊണ്ട് നിൽക്കുക. എന്നിട്ട് എഴുന്നേൽക്കാണ്. ഇത്രയും നേരം നിങ്ങളൊക്കെ സംസാരിച്ചത് നിശബ്ദനായിട്ട് ഞാൻ കേട്ടു. ഇനി ഞാൻ സംസാരിക്കാം, ഇടയ്ക്ക് ഒരാൾ വരരുത്, മനസ്സിലായോ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പൊ ഉദയഭാനു ശ്രീകളെയും പ്രതീക്ഷയോട് കൂടി ബാലന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ബാലൻ തങ്ങളെ മകളെ കൈ ഒഴിയില്ല എന്നുള്ള രീതിയിൽ. ഞാനൊരു സാധാരണ പലചരക്ക് കടക്കാരനാ, അതല്ലാതെ എനിക്ക് വേറെ ഒരു ജോലിയും അറിയത്തില്ല എന്ന് പറയാ. കടയിൽ നിന്ന് കിട്ടുന്ന ന്യായമായ ലാഭം, അതുകൊണ്ടാ ഞാനും എന്റെ കുടുംബവും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബാലൻ വീണ്ടും പറയണ. അച്ഛൻ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കുക. കടയിൽ ലോഡ് വരുന്ന മല്ലിയും മുളകും ഒക്കെ ചിലപ്പോ ഒരാഴ്ച കഴിയുമ്പോൾ പൂത്തു പോകും, നമുക്ക് നഷ്ടം ഉണ്ടാകും. സാധാരണ കച്ചവടക്കാര് ആ പൂപ്പല് വന്ന ഭാഗം മാറ്റിയിട്ട് മല്ലിയും മുളകും ഒക്കെ ബാക്കിയുള്ളത് വിൽക്കും. അവർക്ക് ലാഭം വേണമല്ലോ, അല്ലെങ്കിലേ അത്രയും നഷ്ടം നമുക്കുണ്ടാകും. നമ്മൾ പൈസ കൊടുത്ത് എടുക്കുന്നതല്ലേ ഓരോ സാധനങ്ങളും. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. നല്ല സാധനങ്ങളെ വിൽക്കാറുള്ളൂ. ചെറിയൊരു പൂപ്പൽ കണ്ടാല് ചാക്കോട് കൂടി ഞാനത് എടുത്ത് കളയും. കാരണം ആൾക്കാർക്ക് അത് വെച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ സാധിക്കില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? എന്റെ കടയിൽ സാധനം മേടിക്കാൻ വരുന്നവർക്ക് എന്റെ മേലൊരു വിശ്വാസമുണ്ട്, ഗോമതി സ്റ്റോറിൽ ഒരു വിശ്വാസമുണ്ട്. നഷ്ടം സഹിച്ചും ആ വിശ്വാസം സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന ബോധമുള്ളത് കൊണ്ടാ ഞാൻ അത്രയും വലിയൊരു നഷ്ടത്തിന് കൂട്ടു നിൽക്കുന്നത്, അതായത് അതെടുത്ത് കളയുന്നത്. ജീവിതത്തിൽ ഇന്നേ വരെ ഞാനൊരു മനുഷ്യനെ പറ്റിച്ചിട്ടില്ല. എന്റെ മക്കളെയും ഞാൻ ആ രീതിയിലാണ് വളർത്തിയിട്ടുള്ളത്. ബാലനോ ബാലന്റെ മക്കളോ ചതിച്ചെന്ന് ഒരാളും ഒരിക്കലും പറയില്ല, പറയാൻ ഞാൻ അനുവദിച്ചിട്ടില്ല, ഇനിയൊട്ട് അനുവദിക്കുകയുമില്ല എന്ന് ബാലൻ ഉദയഭാനുവിനോട് പറയണം കേട്ടോ. അത്രയും നേർവഴി കാട്ടിയ ഞാൻ എന്റെ മക്കളെ വളർത്തിയിട്ടുള്ളത്. ഒരാളെയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യാതെ ജീവിച്ച എനിക്കും എന്റെ കുടുംബത്തിനുമാ ഇപ്പൊ ഈ അവസ്ഥ വന്നത്. ഒരു കള്ളനാൽ ഏറ്റവും അധികം പറ്റിക്കപ്പെട്ട ഞങ്ങളിപ്പോ നിൽക്കുന്നത്. ഉദയഭാനു, വിദ്യാഭ്യാസമില്ലാത്ത ഒരു പലചരക്കുകാരനെ പറ്റിക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ ഇപ്പൊ കരുതുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരിക്കലും കരുതരുത്. നിങ്ങൾക്ക് എന്നെ പറ്റിക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധി കൂടുതലുള്ളത് കൊണ്ടല്ല, നേരെ മറിച്ച് എന്നെ പോലെ നന്മയും സത്യവും ഉള്ളവരാണ് മറ്റു മനുഷ്യരെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. താനും എന്നെ പോലെ ആകുമെന്ന് ഞാൻ അങ്ങ് കരുതി. അതുകൊണ്ടാ തനിക്ക് എന്നെ ഇത്ര വേഗം ഇത്ര നിസ്സാരമായി പറ്റിക്കാൻ സാധിച്ചത്. താൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ വിശ്വസിച്ചത്. പെട്ടെന്ന് ബാല എന്ന് പറഞ്ഞ് ഉദയഭാനു മുന്നിൽ വന്ന് നിൽക്കാണ്. എത്രമാത്രം നിങ്ങളെ ഞാൻ വിശ്വസിച്ചു, ബഹുമാനിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ എന്തുമാത്രം അഭിമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മകളെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചു. അങ്ങനെയുള്ള എന്നോട് ഈ ചതി ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് ബാലൻ ചോദിക്കാണ്. എന്റെ മരുമകളെ ഒരു MA കാരി ആയിരിക്കണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ മകൾക്ക് കോടീശ്വരന്റെ മോളെ കൊണ്ട് എന്റെ മകനെ കെട്ടിക്കുമെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുകയുമില്ല. നല്ലൊരു പെൺകുട്ടി എന്റെ മകന്റെ ഭാര്യയായി വരണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നോട് മാന്യമായിട്ട് പറയാമായിരുന്നല്ലോ എന്റെ മോള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന്. നിങ്ങൾ അത് ചെയ്തോ? എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല എന്ന് ബാലൻ ചോദിക്കുകയാണ്. അപ്പം ഇതിനൊന്നും മറുപടി ഇല്ലാത്ത പോലെ ഉദയഭാനു നിൽക്കുക.
സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ പലതും പറഞ്ഞു ഒഴിഞ്ഞു. എന്നെ അത്രയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാ ആ സ്കൂളിന്റെ മാനേജര് സർട്ടിഫിക്കറ്റ് പോലും നോക്കാതെ നിങ്ങളുടെ മകൾക്ക് അവിടെ ജോലി കൊടുത്തത്. മനസ്സിലായോടോ? അല്ലാതെ നിങ്ങളുടെ മകളെ കണ്ടിട്ടല്ല. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നോട് സത്യങ്ങൾ തുറന്ന് പറയാമായിരുന്നില്ലേ എന്ന് പറയാ. യാഥാർത്ഥ്യം എന്താണെന്ന് ആ മാനേജർ കണ്ടെത്തിയിരുന്നെങ്കിലോ എന്റെ അവസ്ഥ എന്താകുമായിരുന്നടോ എന്ന് ചോദിക്കാം. അയാളുടെ മുന്നിൽ ഞാനൊരു വഞ്ചകനായി മാറില്ലേ? ഇന്നേ വരെ ബാലൻ അങ്ങനെ ഒന്നും ജീവിച്ചിട്ടില്ല എന്ന് വീണ്ടും പറയാണ്. എന്നെ ഒരു കള്ളനാക്കുമായിരുന്നില്ല എല്ലാവരും കൂടി. കല്യാണപ്രായം കഴിഞ്ഞ ഒരു മകളുടെ വിവാഹം എത്രയും വേഗം നടത്തണം എന്നുള്ളത് ഏതൊരു അച്ഛനമ്മമാരുടെയും ആഗ്രഹമാണ്. പക്ഷെ അതിങ്ങനെ ആയിരുന്നില്ല നടത്തേണ്ടിയിരുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ദേവിയുടെ ജാതകത്തിൽ എന്തോ ദോഷം ഉണ്ടായിരുന്നെന്ന്. എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഇനി ദോഷം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ കാര്യം എന്നെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ജാതക ദോഷത്തിനുള്ള എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. ബാല എന്ന് പറഞ്ഞ് വീണ്ടും ഉദയഭാനു വിളിക്കാം. മിണ്ടരുത്, മിണ്ടി പോകരുത്. എന്നോട് പറയണ്ട, ഗോമതിയോടും പറയണ്ട. പക്ഷെ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയവനാണല്ലോ ആനന്ദ്. അവനോടെങ്കിലും നിങ്ങൾക്ക് സത്യങ്ങൾ പറയാമായിരുന്നില്ലേ എന്ന് വീണ്ടും ചോദിക്കാണ് കേട്ടോ. അപ്പൊ ആനന്ദ് എല്ലാം തകർന്നതുപോലെ നിൽക്കുകയാണെ. ദേവിക്കും പറയാൻ ഒന്നുമില്ല. നിങ്ങൾ ഞങ്ങളോട് ചെയ്തതൊക്കെ എനിക്കോ എന്റെ കുടുംബത്തിനോ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാനൊട്ട് ക്ഷമിക്കുകയുമില്ല എന്ന് തീർത്ത് പറയാൻ കേട്ടോ. ബാലൻ, എടോ തനിക്ക് തന്റെ മോളോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടോടോ എന്ന് ചോദിക്കാം. 100 കള്ളങ്ങൾ പറഞ്ഞ് താൻ ഈ കല്യാണം നടത്തി. ഷോ, തന്റെ മോൾ ഇവിടെയല്ലേ, ഈ വീട്ടിലല്ലേ ജീവിക്കേണ്ടത്? തനിക്ക് അവളെ പറ്റി ഒരു ചിന്തയില്ലേ? അവളെ കുറിച്ച് അവളുടെ അച്ഛനായ താൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ ഒരാളുടെ വാക്ക് വിശ്വസിച്ച ആനന്ദ് ദേവിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്തെങ്കിലും ഈ കള്ളങ്ങൾ പൊട്ടിയാൽ എന്താകുമെന്ന് നീ കരുതിയിരുന്നോ? ആ വിശ്വാസമാ ചീട്ടുകൊട്ടാരം പോലെ ഇന്ന് തകിടം മറിഞ്ഞ് തകർന്നടിഞ്ഞ് വീണിവിടെ കിടക്കുന്നത്. തനിക്ക് മനസ്സിലാകുന്നുണ്ടോ? എടോ, അച്ഛൻ ഒരാളുടെ വാക്ക് വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായിരുന്നതെന്ന് ഈ നിമിഷം വരെ എന്റെ മോൻ എന്നോട് ചോദിച്ചിട്ടില്ല. എനിക്കറിയാം ഞാൻ വേദനിക്കുമെന്ന് കരുതിയ അവൻ എന്നോട് അങ്ങനെ ഒരു വാക്ക് ചോദിക്കാത്തത്. അവൻ എന്നോട് അങ്ങനെ ചോദിച്ചാ ഞാൻ എന്ത് പറയുമെടോ എന്ന് വീണ്ടും പറയാ. അച്ഛൻ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തല്ലേ അച്ഛ എന്ന് ആനന്ദ് പറയാ. അവന്റെ മുന്നിൽ തല കുറിച്ച് നിൽക്കാനല്ലേ എനിക്ക് പറ്റൂ, അല്ലാതെ ഈ വീട്ടിലുള്ള ആരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ എനിക്ക് സാധിക്കോ എന്ന് വീണ്ടും ചോദിക്കാം. ഇനി അവന്റെ ജീവിതം എന്തായി തീരും? പറയടോ, എന്റെ മകന്റെ ജീവിതം എന്തായി തീരുമെന്നാ ഞാൻ ചോദിച്ചത്. ചെയ്തതെല്ലാം തെറ്റാ ബാല. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പൊറുക്കണം, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുക മാത്രമേ എന്റെ മോള് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അവൾ ഇതിനൊക്കെ എതിരായിരുന്നു. അവളെ കൊണ്ട് നിർബന്ധിച്ച ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഓരോ തവണ കള്ളം പറയുമ്പോഴും അവൾ എന്നോട് എത്ര തവണ എതിർത്തതാണെന്ന് അറിയാവോ? പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയുമൊക്കെയാ അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച് ഈ അവസ്ഥയിൽ ഇന്ന് കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് ഞാനും ശ്രീകലയും തെറ്റുകാരാണ്. പക്ഷെ എന്റെ മോള് നിരപരാധിയാ. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ പറയുന്ന വാക്കുകൾ അവൾ കേട്ടു, അത് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. ശ്രീകലയും പൂർണ്ണമായും തെറ്റുകാരിയാണെന്ന് പറയാൻ കഴിയില്ല. കൂടുതൽ തെറ്റുകൾ ഞാനാ ചെയ്തത്. എന്നെ വിശ്വസിച്ച്, എന്റെ വാക്കുകൾ വിശ്വസിച്ച് നല്ലൊരു ഭാവി സ്വപ്നം കണ്ട അവളും ഇതിന് കൂട്ടു നിന്നത്. ഞാൻ പറയുന്നതെല്ലാം കേട്ട് എന്നോടൊപ്പം നിന്നു. വേറെ നിവർത്തിയില്ലായിരുന്നു. ബാല, എല്ലാ തെറ്റും ഞാൻ സ്വയം ഏറ്റെടുക്കുക. ബാലൻ എന്നെ ശിക്ഷിക്കാം, പക്ഷെ എന്റെ മോളോട് വെറുപ്പ് കാണിക്കല്ലേ, എന്റെ മോളെ ശിക്ഷിക്കല്ലേ, എന്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കി കളയരുത് എന്നും പറഞ്ഞ് ഉദയഭാനു ബാലന്റെ മുന്നിൽ നിന്ന് കെഞ്ചുവാണ് കേട്ടോ. അവളെ നിങ്ങൾ വെറുക്കരുത്, അവളെ ഈ വീടിന്റെ മരുമകളായി തന്നെ കാണണം. പറ മോളെ, നീ നിന്റെ ബാലച്ചനോട് പറ, എല്ലാം ഈ അച്ഛന്റെ അറിവ് കൊണ്ടാണെന്ന് പറ എന്നും പറഞ്ഞ് ദേവിയുടെ മുന്നിൽ നിന്ന് ഉദയഭാനു കരയാ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇനിയും നിന്നെ ഈ ത്തിലേക്ക് തള്ളിവിട്ടത് ഞാൻ ഒറ്റ ഒരുത്തരാണെന്ന് പറ മോളെ എന്നൊക്കെ പറഞ്ഞ് ഉദയഭാനു ദേവിയുടെ മുന്നിൽ നിന്ന് കരയാണ് കേട്ടോ. അത് കാണുമ്പോ ശ്രീകല പറയും, ഉദയേട്ടാ സത്യവൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെ. അപ്പൊ ഉദയഭാനു പറയും, സത്യമല്ലേ ശ്രീകലെ, ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ ദേവി ഈ കള്ളത്തരത്തിലൊക്കെ കൂട്ടു നിന്നത്? നമ്മളല്ലേ തെറ്റുകാര് എന്ന് ചോദിക്കുക. പറ ശ്രീകലെ, നമ്മളല്ലേ തെറ്റുകാര് എന്ന് വീണ്ടും പറയാ. പെട്ടെന്ന് ദേവി നടന്ന് ബാലന്റെ മുന്നിലേക്ക് കയറി നിൽക്കാണ് കേട്ടോ. ബാലച്ചൻ എന്നോട് ക്ഷമിക്കും എന്നൊരു പ്രതീക്ഷ ദേവിക്കുണ്ട്. ബാലന്റെ മുന്നിൽ നിന്ന് എന്ത് സംസാരിക്കണമെന്ന് പോലും ദേവിക്ക് അറിയില്ല. എങ്കിലും കരഞ്ഞുകൊണ്ട് പറയാ, ബാലച്ച എന്നോട് ക്ഷമിക്കണേ ബാലച്ച എന്ന് പറയാ. എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. ഇനി ഒരിക്കലും ഒരു കള്ളവും ഞാൻ പറയില്ല. ബാലച്ചന് വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറില്ല. വിശ്വാസവഞ്ചന ഞാൻ ഇനി കാണിക്കുകയുമില്ല. ചെയ്തതിന് മാപ്പ് ചോദിക്ക. എന്റെ ദൈവമാണ് സത്യം.
ദേവി എന്ന് പറഞ്ഞ ബാലൻ അപ്പൊ വിളിക്കുക. അച്ഛൻ വീണ്ടും ദേവിയോട് ക്ഷമിക്കാൻ പോവാണോ എന്നുള്ള രീതിയിൽ ആനന്ദ് ബാലനെ നോക്കുക. നിന്നെ ഇനി ഈ വീട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ദേവിയോട് ബാലൻ ചോദിക്കുകയാണ്. ആരെങ്കിലും നീ പറയുന്നത് ഇനി വിശ്വസിക്കോ ദേവി എന്ന് വീണ്ടും ചോദിക്കുക. ഇനി ഈ ജന്മത്ത് ആനന്ദ് നിന്നെ വിശ്വസിക്കോ എന്ന് ചോദിക്കുക. അപ്പം ദേവിയാണെങ്കിൽ പൊട്ടിക്കരയാണ്. ആനന്ദേട്ടൻ തന്നെ ഇനി ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് ദേവിക്ക് നന്നായിട്ട് അറിയാം. ബാലച്ച മതി, നിർത്ത് നിന്റെ കരച്ചില് എന്ന് ബാലൻ അപ്പൊ പറയാണ്. എന്നെയും എന്റെ കുടുംബത്തെയും ചതിച്ച ഉദയഭാനുവിന്റെ മകള് ഇനി ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്ന് ബാലൻ തീർത്തു പറയാ. അത് വിശ്വസിക്കാൻ കഴിയാതെ ദേവി ബാലന്റെ മുഖത്തേക്ക് നോക്കാണ്. ഉദയഭാനും സ്ത്രീകളെയും ഞെട്ടിത്തരിച്ചു നിൽക്കാണ്. ബാലൻ ഇങ്ങനെ കടുത്തൊരു തീരുമാനം എടുക്കുമെന്ന് അവരാരും കരുതിയില്ല. ദേവിയെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്ന് തീർത്തു പറയാണ് ബാലൻ. ദേവിയാണ് ഞെട്ടിത്തരിച്ച് ബാലന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. ഇങ്ങനൊരു തീരുമാനം ബാലച്ചൻ എടുത്തോ, എന്നെ ഉപേക്ഷിച്ചോ എന്നുള്ള രീതിയിൽ ബാലച്ചൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ആരും തന്നോട് ക്ഷമിക്കത്തില്ല എന്ന് ബോധ്യപ്പെടുകയാണ്. പെട്ടെന്ന് ഗോമതി പറയും, ബാലേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, മകളെയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക് എന്ന് ഗോമതിയും തീർത്തു പറയാ. പക്ഷെ ദേവിക്ക് അത് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇനി ഇവളെ പോലെ ഒരുത്തി ഈ വീട്ടിൽ വേണ്ട, ഈ കള്ളിയെ വിളിച്ചോണ്ട് പോകാനാ പറഞ്ഞത്. അമ്മേ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ അമ്മേ എന്ന് പറഞ്ഞ് ദേവി ഗോമതിയുടെ മുന്നിൽ പോയി കൈ കൂപ്പി കെഞ്ചുവാ. ദേവി, നീ കരയാതിരിക്ക, നീ എങ്ങോട്ടും പോകുന്നില്ല, ഇതേ നിന്റെ ഭർത്താവിന്റെ വീടാ, നീ ഇവിടെ തന്നെ നിൽക്കും എന്ന് അപ്പൊ ശ്രീകല പറയാ. ഉദയേട്ടാ, നമ്മുടെ മോളെ ഇങ്ങോട്ടാ കല്യാണം കഴിച്ചയച്ചത്, ഇവൾ എങ്ങോട്ടും പോകുന്ന പ്രശ്നമില്ല, ഇവൾ ഇവിടെ തന്നെ ജീവിക്കും എന്ന് ശ്രീകല വാശിയോട് കൂടി പറയാണ്. ഗോമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എവിടെ വരെ പോകുന്നറിയാൻ മിണ്ടാതെ നിൽക്കുക. ദേവി ഇവൾ വീട്ടിലെ മരുമകളാ, അവൾ ഇവിടെ തന്നെ നിൽക്കും. സ്ത്രീകളെ എന്ന് പറഞ്ഞ പെട്ടെന്ന് ബാലൻ വിളിക്കുക. അവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല, അവളെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോകാം, അവളെ ഇനി ഇവിടെ ആരും മരുമകളായി കാണുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇവളെ പോലെ ഒരുത്തി ഇവിടെ എന്ന് ബാലൻ ചോദിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ദേവിയാണ് പ്രതീക്ഷയോടുകൂടി എല്ലാവരെയും നോക്കുവാണെ, ആരെങ്കിലും ഒരാൾ തനിക്ക് അനുകൂലമായി സംസാരിക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ, ഹൈപ്പ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്.